ഹായ്, എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് നാരോ ഹിൽസ്, നമ്മുടെ വാഗമണിൽ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു 2 കിലോമീറ്ററോളം വരുന്ന ഓഫ് റോഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മുടെ എൻഡവർ, താറ്, ഫോർച്യൂണർ, ഒരു 550 അങ്ങനെ 4 വണ്ടിയാണുള്ളത്. നമ്മുടെ ടോക്കോ ബോഡി ആർമർ ഈ തവണ നമ്മൾ എൻഡവറിൽ ചെയ്തിട്ടുണ്ട്, റാപ്റ്റർ കിറ്റ് കയറ്റിയ എൻഡവറിൽ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വണ്ടി കയറ്റാം. നമുക്ക് ഫസ്റ്റ് ബൈക്ക് കയറ്റാം. നമുക്ക് കയറ്റാം. ഫുള്ള് കയറ്റാനുണ്ടാവില്ല. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ ഫ്രണ്ട് കാണുന്ന അവിടെ നിന്ന് റൈറ്റ് കയറി പോകണം. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്ന് 2 കിലോമീറ്ററാണ് ഏറ്റവും എൻഡ് വരെ. ഏറ്റവും എൻഡ് എത്തുമ്പോൾ 3200 ഫീറ്റ് ഹൈറ്റിലാണ് ഹില്ലിൽ ഏറ്റവും എൻഡ് നിൽക്കുന്നത്. ഏറ്റവും എൻഡ് ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കാരിയാടിന് ഒറ്റ സിംഹത്തിന് സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ നിൽക്കും. തൊട്ടപ്പുറത്ത് നമ്മൾ ഫ്രണ്ട് കാണുന്ന വാഗമണ്ണ്, ലെഫ്റ്റ് കാണുന്നത് പുള്ളിക്കാനം. ഇവിടുന്ന് ആ ദൂരത്ത് ആ തെങ്ങ് നിൽക്കുന്നുണ്ടോ, തെങ്ങ് നിൽക്കുന്ന കുറച്ച് അപ്പുറം നോക്കിയാൽ ഇല്ലീഗലി കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വളവും തിരിവും നല്ല കുഴി പോലത്തെ അപ്പുറം ഇപ്പുറം നല്ല കുഴിയാണ്. കാരണം നല്ല കയറ്റമുണ്ട്. കയറ്റം കയറുമ്പോൾ വണ്ടി ബാക്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം പജീറോയുടെ വീഡിയോ കണ്ടായിരുന്നു ആരെങ്കിലും? കണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പം സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക എല്ലാവരും. സംഭവം നമുക്ക് ആദ്യം ഈ ജീപ്പ് കയറി പോയാൽ ഈ വണ്ടി കയറാൻ പാടായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ബൈക്ക് കയറട്ടെ. നല്ലൊരു തീരുമാനമായിരിക്കും. പിന്നെ ഞാൻ ഫുള്ള് കയറ്റില്ലാട്ടാ. ഇത് ഞാൻ വൈറ്റമിൻ ഇതാണ് വഴി.
ടൂ വീൽ ഡ്രൈവ് സ്വരൂപ്. ഫസ്റ്റ് അങ്ങനെ കയറ്റില്ല, അങ്ങനെ പോട്ടെ ഞാൻ പറയാം. റൈറ്റ് ഓടിക്ക് ബാക്ക് വാ. ടോണിന്റെ ഒരു ലൈഫില്ലേ, ടോണിയുടെ സെറ്റപ്പ് അല്ലേ ലൈഫ്. സ്വന്തമാണ് ഇത് വണ്ടികൾ 3 വണ്ടി. അതാണ് നമ്മുടെ വാവണ്ടോട് പുലി ചാട്ടുന്ന സാധനം. അത് അവിടെ നമ്മൾ ഏറ്റവും എന്താ പോകുന്നേ കാരണം ഏറ്റവും അതുണ്ടോ ഒരു അങ്ങേറ്റത്ത് കുറച്ച് കടകൾ പോലെയാണത്. നമ്മള് ഇപ്പുറത്തെ ഇത് ഏറ്റവും വന്ന അവിടെയാ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു റോഡുണ്ട്, ആ ജംഗ്ഷൻ കണ്ടോ, നമ്മള് രാവിലെ സ്റ്റോപ്പ് ചെയ്ത അവിടെയാ. അത് ഈ എന്റെ സ്ട്രൈറ്റ് ഉണ്ടോ അവിടെ, അത് വാവണ്ടോട്. അത് സൗണ്ട് വരുന്ന
പുറത്തോട്ട് എടുത്താൽ അങ്ങനെ ശക്തമായ ഓഫ് റോഡിങ്ങിന് ശേഷം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിക്കാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി പോകില്ല, നടന്നു പോകണം. അപ്പം നമ്മൾ നടന്നു പോകാനാണ്. അല്ല, ഇവിടെ നിന്നിട്ട് കാണുന്നത്, ഇവിടെ നിന്നിട്ട് ഇയാൾ പറഞ്ഞാൽ മതി അവിടെ എങ്ങനെയാന്നുള്ളത്. എന്നാ ചേട്ടനെ നീര് കിട്ടും. മോട്ടിവേറ്റ് ചെയ്ത് ഇല്ല, പക്ഷെ ഒരു രസമുള്ള വ്യൂ ഉണ്ട്. അമ്മേ, സ്വന്തം മോൻ കൂടി കാണിക്കേ. അമ്മേ, കഴിഞ്ഞ എന്റെ ദൈവമേ, ചേട്ടന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. മതി മതി മതി, ഞങ്ങക്ക് ഇവിടെ നിന്ന് ആ വ്യൂ കിട്ടുന്നുണ്ട്. ആ കല്ലൊന്ന് കയറിയില്ലെങ്കിൽ ഇനിയൊരു മലയും കൂടി ഉണ്ടെന്ന്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു. നീ ഇവിടെ എന്തൊക്കെ വരാൻ പോണ്ട്? ഇനി ഫസ്റ്റ് നമ്മൾ 10 സ്റ്റേ, ആ, അത് കഴിഞ്ഞ് നമ്മള് റിസോർട്ട്. 10 സ്റ്റേ ഒക്കെ എന്തോരം നാളെടുക്കും? പക്ഷെ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുക. ആ, 10 സ്റ്റാർ ഫ്ലോ നോക്കിയിട്ട് ബാക്കി ഉടനെ ചെയ്യും. ഓക്കെ ഓക്കെ. ഇത് നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് പുള്ളിക്കാനം, അത് ഇടുക്കി ജില്ലയാണ്. ആ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ല. തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് വാഗമൺ ടൗണ്. ആ, ഇന്ന് നമ്മൾ വന്ന വഴി. അതെ, റൈറ്റ് സൈഡ് വരുമ്പോൾ കാരിയാട് പറയുമ്പോൾ സിംഹത്തിന്റെ സ്റ്റാച്ചു ഉള്ള സംഭവം. കരിയാട്ടോപ്പ്. അതെ അതെ, കാരിയാട്. ആ ഏറ്റവും അങ്ങനെയാണ് ഇല്ലിക്കല്ല്. ആ, അങ്ങേറ്റത്. അതെ അതെ. ഇവിടെ 5:50 ആകുമ്പോൾ ഈവനിങ് സൺസെറ്റ്. പക്ഷെ ഇവിടുത്തെ സൺസെറ്റ് അക്രമമായിരിക്കും കേട്ടോ, ഭയങ്കര വ്യൂ ആയിരിക്കും. ഇത് 3200 ഫീറ്റ് ഹൈറ്റിലാണ്. 3200 ഫീറ്റ് ഹൈറ്റ്. പക്ഷെ ഞങ്ങൾക്ക് ചേട്ടനെന്താ അണയ്ക്കാത്ത? എന്തോ ചേട്ടനെന്താ അണയ്ക്കാത്ത? ഞാൻ സ്ഥിരം എല്ലാ ശരി ഞാനിവിടെ ആൾക്കാരെ കൊണ്ടുവന്നത്. അതേപോലെ ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ വെൽക്കം ഡ്രിങ്കിന്റെ എന്താ അത്? നമ്മളത് ബീട്രൂട്ട്, ലെമൺ, ഇഞ്ചി അത് മിക്സ് ചെയ്തിട്ടൊരു ജ്യൂസാണത്. ആ ഒരു പവറിലാണ് നമ്മൾ ഈ മല കയറിയത്. യെസ്. അല്ല, അത് അങ്ങനെ തരാനുള്ള കാരണം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് ആയാണ് സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ ശനിയും ഞായറും. നാച്ചുറൽ എനർജി ബൂസ്റ്റർ. എന്തായാലും അടിപൊളി കാറ്റാണ്. ഒരു 5-5:30 ആകുമ്പോൾ പതുക്കെ മഞ്ഞിറങ്ങി തുടങ്ങും. അല്ല, ഇത് മഴക്കാലത്ത് മാത്രമാണോ? എന്തായാലും അടിപൊളി സ്ഥലം.
ചൂട് പോണ്ടല്ലോ. ഇരിക്കാനല്ല പറഞ്ഞേ, ഇറങ്ങാനോ പറഞ്ഞേ. അതെ, ഇങ്ങനെ പണച്ച് ഹായ് മനുഷ്യർ. അയാള് പയറ് പറഞ്ഞിട്ടുണ്ടല്ലോ മുതലാളി. അതിന്റെ ഉണ്ടോ, അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടോ? എത്ര ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ? കിട്ടിങ്ങാണെങ്കിൽ എന്താ ബ്രാൻഡ്? ഇത് തന്നെ അല്ല, ഇത് നമ്മളിപ്പോൾ ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്രാച്ച് മാറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓഫ് റോഡിൻ്റെ യൂസിന് മാത്രം വെക്കുക, അല്ലാതെ പെടുത്ത് മാറ്റാം. മാഗ്നറ്റിക്കാണ് ഈ 3 വണ്ടിയിലും ചെയ്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇതാണ് ഈ നാരോ ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പ്, അതായത് വണ്ടി ചെല്ലുന്ന ഭാഗം. പിന്നെ നമ്മൾ നടന്നു പോയ ഭാഗമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. ഇനി നമ്മൾ വന്ന വഴി തിരിച്ചിറങ്ങിപ്പോയി ഇവർ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നു, നമ്മൾ പോകുന്നു.